ടു മൈ ചാനൽ ഫൺ ടു എഫ്. ഇന്ന് നമുക്കൊരു ബിരിയാണി ആകുമ്പോൾ നേരെ നമുക്ക് ദം ബിരിയാണിയിലേക്ക് ദം ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സവാള എടുത്തിട്ട് ഫ്രഷ് സവാളയാണ്, തൊലി കളഞ്ഞ സവാള, അടിപൊളി ദം ബിരിയാണി. ആദ്യം നമുക്ക് സവാള എടുത്ത ശേഷം ഇനി സവാള അരിയണം, ജിഗിജാന്നരിയണം. ഇത് മറ്റേ ചോപ്പറാണ് സവാള അരിയണത്. അല്ല, ഈ ഒരു പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. ജിഗിജാ ജിഗിജാ ജിഗിജാന്നരിയ. അതിനുശേഷം നമുക്ക് ഈ സവാള മൂപ്പിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാൽട്ടയാണ്. ഡാൽട്ട ഒരു 3-4 ഇട്ട് നമ്മൾ കൈ വെച്ചൊക്കെ ആക്കാം, നിങ്ങളിഷ്ടം. അതിനുശേഷം നമ്മൾ ഡാൽട്ട ഇട്ട ശേഷം നല്ലോണം ഇളക്കുക, ഇളക്കുക. അപ്പൊ നിങ്ങൾ എണ്ണ ഒഴിച്ചില്ലേ? എണ്ണ ഒഴിച്ചത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഓക്കെ, സൺഫ്ലവർ ഓയിലാണ് ആ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. നമ്മൾ ഉള്ളി ഇട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കണം. ഇളക്കേണ്ട കാര്യം അടി പിടിക്കണം. ഇനി നമുക്ക് ദം ബിരിയാണിക്കുള്ള ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കണം. എൻ്റെ അമ്മ ഒരു 4-5 വെള്ളത്തിൽ ചിക്കൻ കഴുകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ നല്ല വൃത്തിക്ക് കഴുകണം. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്, ചോര കാണും, ബ്ലഡ് കാണും. നമ്മൾ നല്ല വൃത്തിക്ക് ശേഷം നമ്മൾ സവാള രണ്ടാമത്തെ ട്രിപ്പ് സവാള ഇട്ടിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ടാ ഈ ഒരു പരുവത്തിലാവും. ഒരു സവാള നല്ലോണം മൂപ്പിച്ചെടുക്കണം, നല്ല സൂപ്പർ. ഇനി നമുക്ക് കുറച്ച് പച്ചയിലേക്കൊക്കെ പോയാലോ. പച്ച മീൻസ് നമ്മളെ ജമ്പയിലെയും പുതിനയിലേക്കാണ് അരിയണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. മല്ലിയിലെയും പുതിനയിലെയും നമ്മൾ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ബിരിയാണിക്ക് ജമ്പയിലേക്ക് നമ്മൾ ചേർണം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതയ്ക്കണം, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കണം കണ്ടോ. ഇങ്ങനെ ഇടിച്ചിടിച്ചാണ് ഇത് ചതച്ചെടുക്കണം കണ്ടോ. ഈ ഒരു പരുവത്തിൽ ആവണം നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചി. ഇനി നമുക്കൊന്ന് ചിക്കനിലേക്ക് പോയാലോ. നമ്മളെ അടുപ്പ് ഇവിടെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഡാൽട്ട ഇടാം. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഡാൽട്ട. ഓക്കെ, നമുക്ക് ഡാൽട്ട ഇട്ടാലോ. ഡാൽട്ട വന്നു. അപ്പൊ ഒരു സ്പൂൺ ഡാൽട്ട ഇട്ട് പുകഞ്ഞു വാരിയാട്ടോ. ഞാനിത് കത്തോന്നാണ് വെച്ചാൽ കത്തിയൊന്നുമില്ല, എന്നാൽ നമുക്കൊരു പുതിയ പരീക്ഷണം ചെയ്യാം. കത്തിയില നമ്മൾ 2 സ്പൂൺ ഡാൽട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉള്ളി മൂപ്പിക്കാൻ വെച്ച സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വീണ്ടും ഒഴിക്കുന്നത്. ഓക്കെ, നമുക്കത് കളയണ്ട. ഇത് അപ്പോൾ ഒത്തിരി ഇങ്ങനെയൊക്കെ ടേസ്റ്റ് കാണും. നമ്മൾ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. നമ്മളെല്ലാം സൂപ്പറാണ്. ഇനി നമുക്ക് ഒത്തിരി വേവുന്നവരെ ഇനി നമ്മൾ വീണ്ടും സവാള ഇടാം. ഇത് നമ്മൾ ചിക്കന് വേണ്ടി ഇടണേ. നമ്മൾ ചിക്കൻ കറി കണക്ക് വെച്ച് ദം പിടിക്കാനാണ് പ്ലാൻ. അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ കൈസ, നമ്മൾ സവാള നേരത്തെ ഗിരിജാന്നരിഞ്ഞത് ചിക്കന് വേണ്ടി നമ്മൾ ഇടുകയാണ്. ചിക്കന് വേണ്ടി ഇത് നമ്മൾ അടിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗ്യാസ് എല്ലാം അടുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും സവാള. നമുക്ക് കാണാമല്ലോ ഇളക്കാൻ കൈസ. വീണ്ടും ഇടുകയാണ് നമ്മൾ. ഇതിനകത്ത് 2 പാത്രം സവാള ഇടാം, നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇടാം. അതൊന്നും ഞാൻ പറയുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കാം, ഗിരിജാന്ന് ഇളക്കാം. അതെ, വേഗത്തിൽ ഇളക്കണം. ചിക്കൻ മസാല ഇടാൻ ആദ്യം നമുക്ക് ഇടാൻ കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇടാൻ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ വാരി തട്ടുകയാണ്. നല്ല കളറും എരി കുറവും കളറും നല്ലോണം കിട്ടും. ഇത് നമ്മളെ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി നമ്മൾ എണ്ണ മല്ലിയിലും പുതിനയിലും നമ്മൾ അരിഞ്ഞതാണ് എണ്ണത്. ഇതിൻ്റെ ആവശ്യത്തിന് ഞാൻ ഇത്തിരി കൂടുതൽ ഇടയാണ്. ടേസ്റ്റ് ഇനി നമുക്ക് നമ്മളെ സ്പെഷ്യൽ തൈര് ഒഴിച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മെമ്മേന തൈരാണ് പാക്കറ്റ്. ഇതൊരു പാക്കറ്റ് ഫുൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ പാക്കറ്റ് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇടാം ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല വേണമെങ്കിൽ അത് നമ്മൾ വെറൈറ്റി ടേസ്റ്റിന് ഇട്ടാണ് ചിക്കൻ മസാല ഇടാം. അതിനുശേഷം ഒരു നാരങ്ങ ബിരിയാണിൻ്റെ അരി ഇടരുത്, അരിയിട്ട് കഴിക്കും. പിന്നെ നമ്മൾ നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അല്ല, അടിപൊളി ടേസ്റ്റിന് വേണ്ടി ഉപ്പ്. ഇനി നമുക്ക് നിറയണമിനിയാമാശയം അതിനില്ലാശയം ഉടയോനാശ്രയം ഗതികെ. ചിക്കൻ ഒന്ന് പറഞ്ഞു നോക്കാൻ ടേസ്റ്റ്. നമ്മൾ ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചാണ് അടച്ച്. അതിനുശേഷം ഈ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും പച്ച
പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് കണക്ക് ഒരു 2 അടി അടിച്ചാൽ മതി. ഇത് നമുക്ക് ഈ ചിക്കൻ്റെ സവാളയിലേക്ക് ഇടാം. അതിനുശേഷം വീണ്ടും ഇളക്കാം. അത് കണക്ക് ഒരു 3 ട്രിപ്പ് ഇങ്ങനെ ഇട്ടായിരുന്നു. ഇങ്ങനെ പേസ്റ്റ് നമുക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാൻ ഇളക്കണം, അരി പിടിച്ചാലും ചെറുതായിട്ട് എന്ന് നമ്മൾ ഇളക്കണം. എനിക്ക് നമ്മൾ തക്കാളി നല്ല പുളിപ്പിന് വേണ്ടി നല്ല ഫ്രഷ് തക്കാളി, ഫ്രഷ് എന്ന് പറയാൻ പറ്റില്ല, കടയെന്ന് വെച്ചാൽ നല്ല തക്കാളി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയാണ് നമ്മൾ എടുത്തേക്കണം. 1 കിലോ അരിയാണ്. ഇതാണ് അരി, കുഞ്ഞ് അരിയാണ് എടുത്തേക്കണം. അതിനുശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് വെള്ളമൊന്നും ഒഴിച്ചില്ല, തങ്ങി ഇരുന്ന് ഊറി വന്ന നെയ്യാണ് ഈ വെള്ളം. ശരിക്ക് വെള്ളം ഉണ്ടായിരുന്നു, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതെ, ശരിക്കും നെയ്യായിരുന്നു. അതാണിങ്ങനെ ഊറി വന്നതാണ്. കണ്ടോ, ചിക്കൻ ഒരു പരിവായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താലോ. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം, നമ്മൾ പട്ട ഡാൽട്ടയും അതേ കണക്ക് നമ്മളെ ഏലക്ക ഇട്ട വെള്ളമാണ്. ഇത് നമ്മൾ 4 കപ്പ് വെള്ളമാണ് എടുത്തേക്കണം. കാരണം നമ്മൾ ഇതിൽ 4 കപ്പ് അരി എടുത്തേക്കണം. അപ്പം 4 കപ്പ് വെള്ളം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കണക്ക്. ഇത് നമ്മൾ നാരങ്ങ വിരിഞ്ഞ് ഒഴിക്കുകയാണ്. ഇത് നമുക്ക് അരിയിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും മുപ്പിച്ചെടുക്കണേണ്. അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ട് ശേഷം അടച്ചു വെക്കുകയാണ്. പരുവം കണ്ടല്ലോ. ഇതാണ് പരുവം. നമ്മൾ വീണ്ടും ഡാൽട്ടയും കൂടി ടേസ്റ്റിന് വേണ്ടി കണ്ടോ. നമ്മുടെ അരി ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ദമ്പടിക്കേണ്ട നമ്മൾ ഇതിലാണ് ഈ ഒരു ഫ്ലെയിം വെച്ച ശേഷം ഇതിന്റെ അടിയിൽ ഒരു ദോശക്കല്ല് വെക്കണം ഗൈസ്. അപ്പൊ നമുക്കത് ദമ്പടിക്കണുണ്ടാല ദമ്പ് സെറ്റ് ചെയ്യാൻ Salimos pa' la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana, la 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 Mariana, y yo le digo que yo estoy en Mariana, la 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 Mariana, y yo le digo que yo estoy ഗജഗാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ സങ്കടമീവിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ഗജഗാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ സങ്കടമീവിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശിവശംഭോ. മൈദാമാവൊക്കെ തേച്ച് കല്ലൊക്കെ വെച്ചൊട്ടിച്ച് സീനായിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദമ്പ് തുറന്നതിന്റെ ഫുൾ വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. കാരണം ഫോണിൽ ചാർജ് ഇരുന്നുപോയി. പകുതി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് ആ തുറക്കണ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിക്കണ വീഡിയോ ഉണ്ടായാലും നല്ല സൂപ്പർ ദം ബിരിയാണി. ഇതാ ഒരു പപ്പടത്തിന്റെ ഒരു ചെറിയ കഷ്ണം, അതേ കണക്ക് നമ്മൾ ചിക്കൻ്റെ ഒരു ചെറിയ പീസ്. ഗായ്സ് വായി വെള്ളം ഊറും. ഇത്ര എനിക്ക് ഷൂട്ട് ചെയ്യാൻ ദം ബിരിയാണിക്ക് പകുതിയെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലേ എന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ ഫണ്ട് I'm like, hey, what's up?